ഇവളെന്താ രാവിലെ തന്നെ ഇവിടെ? എന്തിനാണാവോ? എല്ലായിടത്തും വലിഞ്ഞു കയറി വന്നോളൂ. അശോക്, ഒരു മിനിറ്റ്. വൈ അശോക്, കണ്ടിട്ടും എന്നെ കാണാത്ത പോലെ അങ്ങ് പോകുന്നേ? സോറി, സംസാരിക്കണമായിരുന്നു. എന്താ ഞാൻ തന്നോട് സംസാരിക്കേണ്ടത്? എനിക്കാണെങ്കിൽ തന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ല. ഹൗ റൂഡ്. വി ആർ ഫ്രണ്ട്സ് അശോക്, ഒരുമിച്ച് പഠിച്ചവരാ. ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോഴും അങ്ങരെ പോലെ പെരുമാറുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? ഐ ജസ്റ്റ് വാണ്ട് ടു ബി എ ഗുഡ് ഫ്രണ്ട് ടു യു ആൻഡ് റാം, ദാറ്റ്സ് ഓൾ. പ്രശ്നമൊന്നുമില്ലാതെ കമ്പനിയിൽ തുടർന്ന് പോകണമെന്ന് എനിക്കുണ്ട്. ജസ്റ്റ് നോർമലായിട്ട് നമുക്കൊന്ന് സംസാരിക്കാലോ. എന്നെ കുറിച്ച് എന്താ താൻ കരുതിയത്? താൻ നോക്കുമ്പോൾ ഞാനെന്താ വിഡിയെ പോലാണോ തോന്നുന്നത്? താൻ എന്താണെന്ന് അറിഞ്ഞിട്ടും തന്നെ ഇപ്പോഴും ഇവിടെ തന്നെ നിർത്തുന്നത് വലിയ കാര്യമാണ്. വാട്ട്? സീത അന്ന് തന്നോട് സംസാരിച്ചതിന് ശേഷം താൻ എങ്ങനെയാണ് സീതയോട് സംസാരിക്കാൻ വേണ്ടി പോണതെന്ന് എനിക്ക് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് ചാന്ദിനി. സീത അത്രയൊക്കെ അന്ന് പറഞ്ഞിട്ടും താൻ ഞങ്ങളെ വട്ടം ചുറ്റിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തനിക്ക് സെൽഫ് എസ്റ്റീം, അതായത് ആത്മാഭിമാനം, അത് കേട്ടിട്ടില്ലേ? അതൊട്ടും ഇല്ലെന്ന് വ്യക്തമായി. അശോക്, ലിസൺ ടു മീ. തനിക്ക് ആരെ വേണമെങ്കിലും പറ്റിക്കാൻ കഴിയും ചാന്ദിനി. ഈവൻ റാമിനെ വേണമെങ്കിലും പറ്റിക്കാം. പക്ഷേ അത് എന്നെ പറ്റിക്കാൻ കഴിയില്ല. ശരിയാ, ഞാൻ ദരിദ്രനാ. പക്ഷെ ഈ ജീവിതം അത് ഈ ദേശീയ കുടുംബം തന്ന സമ്മാനമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ജീവിതത്തെ കാണുന്ന രീതി മാറില്ല. ചില സത്യങ്ങളൊക്കെ സ്പഷ്ടമായി കാണുന്നത് ദരിദ്രരുടെ കണ്ണുകളിലാണ്. ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. യു ആർ നോട്ട് എ ഫ്രണ്ട്. എന്തോ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് തൻ്റെ വരവ്. അത് നേടാൻ വേണ്ടിയാ ഈ മുഖംമൂടിയൊക്കെ എടുത്ത് അണിയുന്നേ. അതെനിക്കറിയാം. അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ എൻ്റെ പേര് അശോക് എന്നല്ല. രാമ, സൂര്യപ്രകാശ് ദേശായി കുടുംബത്തിലെ വിവാഹ ക്ഷണപത്രിക, അശോക് പ്രിയ. ഇൻവിറ്റേഷൻ കാർഡ് എങ്ങനെയുണ്ട് നോക്കണം. സൂപ്പറാണല്ലോ മുത്തശ്ശ. മണവാളം വന്നടാ. ഇൻവിറ്റേഷൻ ഒന്ന് കാണിക്കുക, അപ്രൂവൽ മേടിക്കണ്ടേ? വാടാ മണവാള, ഈ ഇൻവിറ്റേഷൻ നോക്കിയാൽ കൊള്ളാമെന്ന്. എടാ സൂരി, ഞാൻ എന്തിനാ നോക്കുന്നത്? ഇൻവിറ്റേഷൻ എങ്ങനെ ആയാലും എന്താ? നിങ്ങൾ എന്ത് സെലക്ട് ചെയ്താലും അതെനിക്ക് ഓക്കെ. ഓ, എന്തൊരു തത്വജ്ഞാനിയല്ലേ. ഇൻവിറ്റേഷൻ എങ്ങനെയായാലും എന്താന്ന്. സംഗതി ഇവന്റെ കല്യാണോ, ഡ്രസ് എടുക്കാനൊക്കെ പോകണ്ടേ? അതിന് ഞാൻ തന്നെ എഴുന്നള്ളണം. എടാ അശോക, സാധാരണ കല്യാണം കഴിഞ്ഞാലാണ് ഈ ലൈഫിനോടുള്ള ഇൻട്രസ്റ്റ് ആൾക്കാർക്ക് കുറയുന്നത്. പക്ഷെ നിന്റെ കല്യാണത്തിന്റെ തയ്യാറെടുപ്പ് നടക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴേ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അല്ല, ശരിക്കും നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ? അങ്ങനെയൊന്നും ഇല്ല ചെറിയ, വെറുതെ നമ്മുടെ മുന്നിൽ ജാട കാണിക്കുന്നല്ലേ അവൻ. ആണോ? അവന് മനസ്സിന് ഇഷ്ടപ്പെട്ട കുട്ടി അവൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയെല്ലാം ആരാന്ന് വെച്ചാ എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്തോളാനാ പറയുന്നത്. അഹങ്കാരമല്ലേ അവനെ പറയുന്നത്. ഹായ് റാം. ഹായ് ചാന്ദിനി. ഓ, ഓൾറെഡി അവനെ പറ്റിച്ചു കഴിഞ്ഞോ? ചാന്ദിനി, വാ വാ വാ. ഓ, ഷോപ്പിങ്ങിന് പോകാൻ വന്നതാണോ? നീ വിളിച്ചതാണോ അപ്പു? നോനോ മേമ, ഞാൻ വിളിച്ചൊന്നുമല്ല. ആരെങ്കിലും വന്നൊന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നിയിരുന്നു. ദാറ്റ്സ് ഓൾ റൈറ്റ്. ചാന്ദിനി, എനിക്കിന്ന് ഷോപ്പിങ്ങിന് പോകാൻ കഴിയില്ല, ജോലിയുണ്ടേ. നീ തൽക്കാലം ഇവരോടൊപ്പം ചെല്ല്. ഇവരെ രണ്ടാളെ മാത്രം അയച്ചാ അറിയാലോ. കൂടെ ഒരു പെണ്ണുള്ളത് എപ്പോഴും നല്ലതാ. നീയും കൂടെ ചെല്ല്. മേമ, ഐ ഡോണ്ട് മൈൻഡ് ഹെൽപ്പിംഗ് വിത്ത് ദ ഷോപ്പിംഗ് ഇഫ് റാം ഈസ് ഓക്കെ വിത്ത് ഇറ്റ്. അവൻ എന്തായാലും ഓക്കെ ആവൂല്ലോ. ഞാൻ ഒരുത്തി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ എല്ലാരും മറന്നുപോയെന്നാ തോന്നുന്നേ. എന്തോ ഞാൻ ആരെ ഹെൽപ്പ് ചെയ്യാത്ത പോലെയാ.
നീ ഇവരുടെ കൂടെ പോയിട്ട് വാ. അപ്പു ഇവളെയും കൂടി കൂട്ടിക്കോ. അതെ റാം, ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ. ഇപ്പോ നിന്റെ ചെറിയമ്മ പറയുന്നത് കേട്ടില്ലേ, വീട്ടിൽ നിന്ന് മുതിർന്ന ആരെങ്കിലും കൂടെ വേണമെന്ന്. ഇറങ്ങി വാ, പോകാം. ഷോ ചെറിച്ച. ഒരു മിനിറ്റ് അശോക, ശ്രദ്ധിക്കണേ. ഓ ലേറ്റായി. മുത്തച്ഛ, പോയിട്ട് വരാം. ആ, എപ്പോഴും ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് ഒലിപ്പിക്കാറില്ലേ? ദേ നിന്റെ ചേച്ചിയെ കണ്ട, നിന്നെ ഒറ്റയടിക്കും സൈഡാക്കിയില്ലേ? ഇവിടെ ഉള്ളവരെല്ലാവരും സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ പറയാറ്. പക്ഷെ നിന്റെ ചേച്ചിയുടെ സ്വഭാവം തരം മനസ്സിലായില്ലേ അല്ലേ? മരക്കഴുത. സീതമ്മ, ഞാനും ഷോപ്പിങ്ങിന് വരട്ടെ പ്ലീസ്. സീതമ്മ പ്ലീസ്. നിന്നെ കൊണ്ടുപോയാലേ നിന്നെ അവൻ നോക്കുന്ന ഒരു പണി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നീ വരണ്ട കേട്ടോ. പ്ലീസ് സീതമ്മ. ഏയ്, അവളും കൂടെ വരട്ടെടി, പാവം. പ്രിയ, നിനക്ക് സമാധാനത്തോടെ ഷോപ്പിംഗ് നടത്താൻ കഴിയില്ല കേട്ടോ. ഞാൻ നോക്കിക്കൊള്ളാടി അവളെ. അവൾക്ക് എന്തായാലും അവധിയൊക്കെ അല്ലേ, വെറുതെ ഇവിടെ ഇരിക്കുമ്പോ അവൾക്ക് ബോറടിക്കില്ലേ? കറക്റ്റാ പ്രിയ പറഞ്ഞത്. എനിക്ക് വീട്ടിലിരുന്ന് ബോറടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഷോപ്പിങ്ങിന് ഹെൽപ്പ് ചെയ്യാം പ്രീ. നീ പ്രിയയുടെ കൂടെ ഷോപ്പിങ്ങിന് വന്നേ പറ്റൂ. ഞാൻ അശോകിന്റെ കൂടെ വരുന്നുണ്ട്. അഥവാ നീ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നിന്നോട് സംസാരിക്കേയില്ല. ഈ റാം എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? ഇനിയിപ്പൊ ഞാൻ പോയില്ലെങ്കിൽ അതൊരു പ്രശ്നമാവുമല്ലോ. നീ പോരെ. പ്രിയ, എന്നാ പിന്നെ ഞാനും വരാം ഷോപ്പിങ്ങിന്. എന്താ പറഞ്ഞേ? നീയും ഷോപ്പിങ്ങിന് വരാന്നോ? ഷോ, എനിക്ക് ഫുഡ് വേസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. അടുക്കളയിലാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട്. സിഹിയുടെ വസ്ത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. ഇപ്പൊ ഈ പണിയൊന്നും നിനക്കില്ലേ? ഇപ്പോ എന്റെ കുഞ്ഞിന്റെ കല്യാണം അല്ലേ, അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പണി. ഇപ്പൊ ഷോപ്പിങ്ങിന് എന്റെ ആളുടെ കൂടെ നിന്റെ ആള് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ ഇപ്പൊ ഈ വരാൻ തുടങ്ങുന്നേ? ഇടിക്കള്ളി. സീതമ്മയുടെ ആളോ? ആരാ പ്രീ? അത് ബേബി, ഞാന് അത് പിന്നെ മോളെ, നീ ഷോപ്പിങ്ങിന് പോണോന്ന് പറഞ്ഞില്ലേ? വേഗം വാ വാ വാ, റെഡിയാവും വാ. വല്ലാത്തൊരു അടിയായി പോയില്ലോ അത്. എന്താ രണ്ടുപേരും പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുകയാണോ? അവിടെ സീതയും പ്രിയയും സുഹിയൊക്കെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങുക. നിങ്ങളാരും പോണില്ലേ? അയ്യോ ഇല്ല ഏട്ടാ, നമുക്കത് അഡ്ജസ്റ്റ് ആവില്ല. അവരെല്ലാരും കൂടി പോയി എന്താന്ന് വെച്ചാ ആവട്ടെ. നീയും കൂടെ ചെല്ലു പ്രേമ. ഇല്ല ചേച്ചി, അതെന്താണെന്നോ, ഈ ബാംഗ്ലൂരെ വളരെ കോസ്റ്റ്ലിയാ. നമുക്ക് അഡ്ജസ്റ്റ് ആവില്ല. ഞാൻ കടയിൽ പോവും, അവൻ വലിയ റേറ്റ് പറയും. അയ്യോ ഇത്ര വലിയോന്ന് പറഞ്ഞ് ഞാൻ വാതുറന്നേ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും. അതൊന്നും അവിടെ ശരിയാവില്ല. അതുകൊണ്ട് പ്രിയയോട് പോയിട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. മണവാളനും മണവാട്ടിയും രണ്ടുപേരും ഒരുമിച്ചാണല്ലോ, അവര് തന്നെ ഇഷ്ടപ്പെട്ടത് നോക്കിയെടുക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വളരെ നല്ലൊരു മരുമകനെ കിട്ടിയത്. ഞാൻ നോക്കിയപ്പോലും ഇത്രയും നല്ലൊരു ചെക്കനെ കിട്ടില്ല. എന്താ വിനയം, എന്താ പെരുമാറ്റം. പ്രിയ എന്നെ ബസ്സിൽ പിക്കപ്പ് ചെയ്യാൻ വന്നില്ലേ, അപ്പൊ ഇവനും വന്നായിരുന്നു കൂടെ. ഞങ്ങളും അവനെ കണ്ടതല്ലേ, വളരെ നല്ല പയ്യനാ. ഒരു കാര്യം ചെയ്യാം അശോക, നിന്റെ കൂടെ ആ കാറിൽ ഞാൻ വരാം. ഇവർ രണ്ടുപേരും ഈ കാറിൽ വരട്ടെ. നീ റാമിന്റെ കൂടെ വാ മോളെ. ഞാൻ റാമിന്റെ കൂടെയോ? റാമിന്റെ കൂടെ എനിക്ക് ഓക്കെ, നോ പ്രോബ്ലം. ബട്ട് റാമിന് ഓക്കെ ആണോന്ന്? അങ്ങനെയാണോ? എന്താടാ രാമ, നിനക്ക് ഓക്കെ അല്ലടാ? എനിക്ക് ഓക്കെ ചെറിച്ച, എല്ലാം നിങ്ങൾ പറയുന്ന പോലെ ഓക്കെ ആണെന്ന്. വേണ്ട ചെറിയ, അത് വേണ്ട. എടാ നീ എന്റെ കൂടെ വാടാ, എന്റെ കാറിൽ. അശോക, എന്താടാ ഈ കാണിക്കുന്നേ?
നോക്ക്, നീ കല്യാണം കഴിക്കാൻ പോവാ. കല്യാണം കഴിഞ്ഞാൽ 100% അറ്റൻഷൻ നീ നിന്റെ ഭാര്യയ്ക്കാണ് കൊടുക്കേണ്ടത്. അപ്പോഴും രാമ രാമ എന്ന് പറഞ്ഞിട്ട് നീ രാമനാമം ജീവിച്ചോണ്ടിരിക്കുക. ചെറിയ അതെന്റെ ഭാര്യ മറ്റുള്ള ഭാര്യമാരെ പോലെ അല്ല. എടാ വാ പോവാം. എല്ലാരും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ എന്താ അവസ്ഥ? ചന്ദന വാ മോളെ കേറ്. ഓ, പേര് മാറിപ്പോയല്ലേ? ചന്ദനല്ലല്ലോ. സോറി. ആ കിട്ടിപ്പോയി. ചെമ്പകം, റൈറ്റ്? അങ്കിൾ, ഐ എം ചാന്ദിനി. ചാന്ദിനി. ഓക്കെ, അങ്കിളാക്കണോ? ഓക്കെ. ചാന്ദിനി, നീയും റാമും ഫ്രണ്ട്സ് അല്ലേ മോളെ? ഞങ്ങള് വെറും ഫ്രണ്ട്സ് മാത്രമല്ല, വി ആർ ലവേഴ്സ്. ഐ മീൻ ഇപ്പോഴല്ല, അപ്പോഴോ? അപ്പൊ എക്സ് ലവേഴ്സ്? അല്ല ചാന്ദിനി, നീയും റാമും എക്സ് ലവേഴ്സ് ആയിട്ടും ഈ വിഷയം ഒരു വിഷയമല്ലാത്തത് പോലെയാണല്ലോ നിൽക്കുന്നത്. വൈ? ബിക്കോസ് ഹി ഫെൽ ഇൻ ലവ് വിത്ത് സമ്മൺ എൽസ്. അതുകൊണ്ട് ഞാൻ എന്റെ സ്നേഹം ത്യാഗം ചെയ്തു അങ്കിൾ. വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ് നൗ. അയ്യോ പാവം, ത്യാഗം. ഇത്ര ചെറിയ പ്രായത്തിലെ ത്യാഗം ചെയ്തല്ലോ മോളെ നീ. എന്നാലും നോക്കുമോളെ, ചിലപ്പോ നമ്മൾ ചില ക്യാച്ച് വിട്ടിട്ട് ബാറ്റ്സ്മാന് ഗ്രീസ് നിർത്തേണ്ടി വരും. നീ അവൻ ജയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക, അപ്പൊ അവൻ ജയിക്കട്ടെ, സെഞ്ചുറിയുടെ മേൽ സെഞ്ചുറി അടിക്കട്ടെ. നീ കാറിൽ കയറും മോളെ. എന്തൊക്കെയാടാ സംഭവിക്കുന്നേ? ആരോ ആരുടെ ലവറാണ്, ആരോ ആരുടെ എക്സ് ആണ്. ഒരേ പിച്ചില് 2 മാച്ച്. അമ്പയർ എന്റെ ഭാർഗു. അവൾ ഇനി ഇവിടെ എന്തൊക്കെ കല്യാണം നടത്തുവോ ആവോ. അപ്പൊ കല്യാണ ആഘോഷം ഗ്യാരണ്ടി. ഷോപ്പിങ്ങിന് പോകുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും ഇപ്പൊ കല്യാണ ഷോപ്പിംഗ്. എന്റെ കല്യാണ ഷോപ്പിങ്ങിന് ഞാൻ എക്സ്ട്രീംലി എക്സൈറ്റഡാ. എനിക്കും അതെ പ്രീ. സമ്മർ ഹോളിഡേയ്സ്, അതിന്റെ ഇടയ്ക്ക് നിന്റെ കല്യാണം. സോ എക്സൈറ്റഡ്. നമ്മൾ ഓട്ടോയിൽ വരുമായിരുന്നല്ലോ. റാം എന്തിനാ വെറുതെ നമുക്ക് വേണ്ടി കാറൊക്കെ പറഞ്ഞയച്ചത്? എന്റെ മോളെ, നമ്മളൊരു രീതി ചിന്തിക്കുമ്പോ നിന്റെ അമ്മ വേറെ പോലെ ചിന്തിക്കുന്നേ. അല്ല സീത, ഇവളുടെ ബർത്ത്ഡേക്ക് ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് നിന്നെ ഹെലികോപ്റ്ററിലാണ് കൊണ്ടുവന്നേ. അപ്പൊ കാറൊക്കെ ഒരു വിഷയാണോടി. നീ ഇങ്ങ് വന്നേ. നടക്കും മോളെ. അച്ചോ, ഇവിടെ കുറെ വെറൈറ്റി ഉണ്ടല്ലോ. ഇന്ന് തന്നെ ഇത് ഷോപ്പ് ചെയ്ത് തീരുവോ? ഹായ്. ബേബി, see you somewhere. നിന്നെ എവിടെയോ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയാണോ? മുമ്പ് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു, മറന്നുപോയോ? കറക്റ്റ്, നീ വീട്ടിൽ വന്നിരുന്നല്ലേ? ജൂനിയർ പ്ലെയർ, എന്റെ അനിയുടെ ഫ്രണ്ട്, റൈറ്റ്? അല്ല, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ. നിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണോ നീ? വാവ്, സോ നൈസ്, വെരി നൈസ്. ഓക്കെ, ലേറ്റ് ആവുന്നുണ്ട്. വരൂ, ഷോപ്പിംഗ് തുടങ്ങാം. താങ്ക്സ് ഫോർ കമ്മിങ്. വാ കുഞ്ഞ, നമുക്ക് ഷോപ്പിംഗ് നോക്കാം. അങ്കിൾ, എന്റെ ഫ്രണ്ടിനെ ഫ്രണ്ടെന്ന് വിളിച്ചില്ലേ? അവര് ബെസ്റ്റ് ഫ്രണ്ട്സാ. ആരാ പറയുന്നേ? ചെമ്പകത്തിനെയാണോ? അവരെ തന്നെ. ചെമ്പകം എന്റെ റാമിന്റെ പഴയ ഫ്രണ്ടാ. പറഞ്ഞു വരുമ്പോ ഫ്രണ്ട്ഷിപ്പിന്റെ തൊട്ട് മുകളിലായിട്ട് വരുന്നതായി കാണാം. അപ്പോ ലവ്വാ? മുട്ടോളം ഇല്ലല്ലോ നിനക്ക്. ലവും ഗിവും ഒക്കെ നന്നായിട്ട് അറിയാലേ. ഗിവ് എന്ന് വെച്ചാൽ കൊടുക്കാന്നല്ലേ? ഓ, നിന്നോടൊപ്പം സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. പറ അങ്കിൾ.
ഫ്രണ്ട്സിന്റെ മേലെ എന്ന് പറഞ്ഞ ലവ്വാ? ഒരു തരം പഴയ ലവ്. നമുക്ക് ഷോപ്പ് ചെയ്യാം. സെഞ്ചുറി അടിക്കാന്ന് പറഞ്ഞ് ഫസ്റ്റ് ബാറ്റിങ്ങിന് ഞാനായിട്ട് തന്നെ ഇറങ്ങിയതാ. ഇങ്ങോട്ട് വന്നപ്പോ ഇപ്പൊ എന്തിനാന്ന് തോന്നുന്നുണ്ടല്ലോ. എന്തെങ്കിലും പറഞ്ഞോ അങ്കിൾ? അതൊന്നുമില്ല മോളെ, സാരികളൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞതാ. രാം, പ്രിയ എന്തായാലും ഇപ്പൊ അവർക്കുള്ള സാരി സെലക്ട് ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് ബാക്കിയുള്ളവർക്കുള്ള സാരിയൊക്കെ സെലക്ട് ചെയ്യാം. അതായത് പ്രിയയുടെ അമ്മയ്ക്ക്, അശോകിന്റെ അനിയത്തിക്ക്, ഭാർഗവി മേമയ്ക്ക്, സാധന മേമയ്ക്ക്. സോ ഇതൊക്കെ നമ്മൾ പോയി സെലക്ട് ചെയ്താ ടൈം സേവ് ചെയ്യാൻ പറ്റുമല്ലേ? ഭാർഗവി മേമയ്ക്ക് ഇതെടുത്തോ. ഭാർഗവിക്ക്. രാം, ഇതെങ്ങനെയുണ്ടെന്ന് പറ. അങ്കിള് സെലക്ട് ചെയ്തതാ ഭാർഗവി മേമയ്ക്ക്. ചെറിയച്ഛൻ എന്ത് സെലക്ട് ചെയ്താലും അടിപൊളിയായിരിക്കും. അശോക്, ഈ സാരി ശരിക്കും കൊള്ളാം. നിനക്കിത് ഓക്കെയാണോ? പ്രിയ, സാരി ഉടുത്തു വരേണ്ടത് താനാ. അത് തനിക്ക് ഇഷ്ടപ്പെടണം. താൻ അതിൽ കംഫർട്ടബിൾ ആവണം. യു ടേക്ക് ദ കോൾ. ഓക്കെ, എനിക്ക് ഈ സാരി ഒരുപാട് ഇഷ്ടമായി. എനിക്കിത് മതി. സീത, നീ നിനക്കൊരു സാരിയും കൂടെ സെലക്ട് ചെയ്യണേ. എനിക്ക് വേണ്ട പ്രിയ, യൂസ് ചെയ്യാത്ത ഒരുപാട് സാരി ഉണ്ട് അവിടെ. ഞാൻ അത് ഏതെങ്കിലും യൂസ് ചെയ്തോളാം. നീ എന്റെ ഈ പഴയ കാലത്ത് മുത്തശ്ശിമാരെ പോലെ പെരുമാറുന്നേ. പ്ലീസ് സീത, എന്റെ കല്യാണം അല്ലേ, എന്തെങ്കിലും ഒന്ന് വാങ്ങ. പ്ലീസ് 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 പ്ലീസ്. എടുക്ക സീതമ്മ. എനിക്ക് ഈ സാരി മതി. സെറ്റ്. Wow, this is so beautiful. We'll keep this saree. സീതമ്മ ഫസ്റ്റ് സെലക്ട് ചെയ്ത സാരി അത് നിങ്ങൾ എന്തിനാ എടുക്കുന്നേ? So what? ഈ ഷോപ്പിൽ ഒരുപാട് സാരീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് സെലക്ട് ചെയ്തോളൂ. അതെ സീത, നിനക്ക് എനിക്കിഷ്ടമുള്ളത് തന്നെ വേണോ? അതെ, ആ സാരി തന്നെ വേണം. സിഹി, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാൻ വേറെ സെലക്ട് ചെയ്തോളാം. ആ സാരി നിനക്ക് ഇഷ്ടപ്പെട്ടതല്ലേ? ആ സാരി എന്തിനാ അവരെടുക്കുന്നത്? അങ്ങനെയൊന്നും പറയാൻ പാടില്ല സിഹി. വേണ്ട, ഒന്നും പറയണ്ട. നീ ഈ സാരി തന്നെ ഉടുക്കണം. ഓക്കേ മോളെ, ആ സാരി ഉണ്ടല്ലോ, അത് സീത തന്നെ വാങ്ങിക്കോളൂ. ഇനി ഞാൻ നിനക്കൊരു ഡ്രസ്സ് വാങ്ങിത്തരാം. നീ എൻ്റെ കൂടെ വരുമോ? ആ ബേബി, ഞങ്ങളുടെ കല്യാണത്തിന് നീ ആ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് വരണം. Hey, Chambagam. You take this black sari. Black's usual very well, huh? പാവം കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്തിനാ അല്ലേ സീത?
സീത, നീ ഏതാണോ സെലക്ട് ചെയ്തത് അത് തന്നെ നീ എടുത്തോ. ആ സാരി തനിക്ക് ശരിക്കും സൂപ്പറായിരിക്കും. അശു അങ്കിൾ, പ്രിയക്ക് കുഞ്ഞാവ എപ്പോ ഉണ്ടാവുക? കല്യാണം കഴിഞ്ഞ കുഞ്ഞാവ ഉണ്ടാവില്ലേ? അത് പിന്നെ എന്റെ അമ്മയുണ്ടല്ലോ, അടങ്ങിയിരിക്കില്ല. അവളുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, അവളും അത് തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും. മോളെ, അത് ദൈവം തരുമ്പോ വന്നോളൂ കുഞ്ഞാവ. കുഞ്ഞാവ വന്നു കഴിഞ്ഞാ നിങ്ങൾ പ്രിയ ഒഴിവാക്കോ? എന്ത് പറ്റി? റാം, ഏയ് ഒന്നുമില്ല. ഈ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പാവ സീതയ്ക്ക് ഇത് തന്നെ ഇഷ്ടമായത്. അപ്പൊ അവളോട് ഇത് എടുത്തോ എന്ന് പറഞ്ഞതാ. ഞാൻ വേറെ ഏതെങ്കിലും വാങ്ങിക്കോളാം. ഇത് അവൾക്കായിരിക്കും ശരിക്കും ചേരുന്നത്, അല്ലേ റാം? ചെമ്പകം, നല്ല ഗൂഗിളി മാസ്റ്ററാ നീ. സീത, നിനക്ക് ഈ സാരി ഇഷ്ടമായോ? ഇല്ല റാം, ഞാൻ സാരിയൊന്നും വാങ്ങുന്നില്ല.